ഭൂരഹിതർക്ക് തണലൊരുക്കി സേവാഭാരതിയുടെ ഭൂദാനം ശ്രേഷ്ഠദാനം പദ്ധതി. 4 ജില്ലകളിലായി 83 നിർധന കുടുംബങ്ങൾക്ക് സേവാഭാരതി ഭൂമിദാനം ചെയ്യും. സംസ്ഥാനതല ഉദ്ഘാടനം ശനിയാഴ്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും. കാണാം ആ വാർത്ത. എല്ലാം കൈവിട്ട പ്രളയകാലത്തും പ്രളയശേഷവും സേവാഭാരതിയുടെ സേവാ പ്രവർത്തനങ്ങൾ കേരളം തിരിച്ചറിഞ്ഞതാണ്. ആപദ്ഘട്ടങ്ങളിലുമല്ലാതെയും ദേശീയ സേവാഭാരതി നിസ്വാർത്ഥ സേവനങ്ങൾ തുടരുന്നു. അതിൽ പുതിയ കാൽവയ്പാണ് ഭൂദാനം ശ്രേഷ്ഠദാനം. നിർധനരും ഭൂരഹിതരുമായവർക്ക് ഭൂമി നൽകുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ശനിയാഴ്ച കോട്ടയത്ത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും. 8 ജില്ലകളിൽ നിന്നായി 4 ഏക്കർ ഭൂമി 83 നിർധന കുടുംബങ്ങൾക്ക് സമർപ്പിക്കും. അപ്പം നമ്മൾ പ്രവർത്തകർ ഈ ഒരു സേവാപ്രവർത്തനവുമായിട്ട് സമാജ സേവാ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും കണ്ടുവന്ന ഒരു വിഷമത എന്ന് പറയുന്നത് വീട് നഷ്ടപ്പെട്ടവർ മാത്രമല്ല, വീട് വയ്ക്കാൻ വസ്തു ഇല്ലാത്ത, ഭൂമി ഇല്ലാത്ത, ഭൂരഹിതരായിട്ടുള്ളവർ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പം അവരെ ഒന്ന് ചേർത്ത് നിർത്തുന്നതിന് ഉതകുന്ന വിധത്തിലൊരു പദ്ധതി വേണമെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഭൂദാനം ശ്രേഷ്ഠദാനം എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി നമുക്ക് തുടങ്ങാം. കോട്ടയം ജില്ലയിൽ നിന്നും 47 കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ ഭാഗമായി ഭൂമി ലഭിക്കുക. 4 മുതൽ 5 സെന്റ് വരെ ഉപാധികളൊന്നുമില്ലാതെ ഓരോ കുടുംബത്തിനും നൽകും. പള്ളിക്കത്തോട് 12, ചെറുവള്ളിയിൽ 12, പുതുപ്പള്ളിയിൽ 11, കോത്തലിയിൽ 3, കുറിച്ചിയിൽ 1, കൂട്ടിക്കലിൽ 8 കുടുംബങ്ങൾക്ക് ഭൂമി ലഭിക്കും. രജിസ്ട്രേഷൻ നടപടികളെല്ലാം പൂർത്തിയായി. ഭൂമിയുള്ളവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന സേവാഭാരതിയുടെ തല ചായ്ക്കാൻ ഒരിടം പദ്ധതിയിലൂടെ 826 കുടുംബങ്ങൾക്ക് ഭവനങ്ങളായി. 1000 വീടുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് പദ്ധതി മുന്നോട്ട് പോകുന്നു. ഭൂദാനം ശ്രേഷ്ഠദാനം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടന യോഗത്തിൽ റിട്ടയർഡ് ജസ്റ്റിസ് പത്മഭൂഷൺ KT തോമസ്, മുതിർന്ന പ്രചാരകന്മാരായ S സേതുമാധവൻ, രാമനുണ്ണി, RSS വിഭാഗ് സംഘചാലക് PP പത്മനാഭൻ, ദേശീയ സേവാഭാരതി രക്ഷാധികാരി P ബാലചന്ദ്രൻ മന്നത്ത്, അധ്യക്ഷൻ രഞ്ജിത്ത് വിജയഹരി തുടങ്ങിയവർ പങ്കെടുക്കും. പദ്ധതിയിലേക്ക് ഭൂമിദാനം ചെയ്തവരെ ചടങ്ങിൽ ആദരിക്കും. ജനം, കോട്ടയം.